നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ സ്കലോനി അതൃപ്തനാണ്. അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ എസ്റ്റാബൻ എഡൂലിന്റെ റിപ്പോർട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, വേൾഡ് കപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു കോളപ്പാണിത്. ഫൈനലിസിമ, അതുപോലെ ഖത്തറിനെതിരെ ഒരു ഫ്രണ്ട്ലി, ഇതാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ രണ്ട് കളികളുടെ കാര്യത്തിലും അനിശ്ചിതത്വമാണ്. ഫൈനലിസിമ എന്ന് നടക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. 27-ാം തീയതിയാണ് കണ്ടുവച്ചിട്ടുള്ള ഡേറ്റ്. പക്ഷേ വെന്യൂ ഖത്തറിൽ പ്രശ്നമായതുകൊണ്ട് എവിടെ എന്ന് തീരുമാനമായിട്ടില്ല. ഇന്ന് ഫൈനൽ ഡിസിഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്കലോനി ആകെ അതൃപ്തനാണ്. കാരണം വേൾഡ് കപ്പിന് തൊട്ടുമുള്ളൊരു കോളപ്പ്, അതിനുവേണ്ടി അദ്ദേഹം പ്രിലിമിനറി ലിസ്റ്റൊക്കെ തയ്യാറാക്കി, ക്ലബ്ബുകൾക്കൊക്കെ ഈ പേരൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് കളി എവിടെ? ഈ അനിശ്ചിതത്വത്തിൽ അദ്ദേഹത്തിന് അസംതൃപ്തിയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എസ്റ്റാബൻ എഡൂല്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിന് സമയത്ത് എല്ലാവരും 2 കളി കളിച്ചപ്പോൾ അർജന്റീന 1 കളി, അങ്കോളക്കെതിരെ മാത്രം. പിന്നെ കേരളത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അത് അവസാനം നടക്കാതെ പോയി. അർജന്റീനക്ക് 1 കളി മാത്രമേ കളിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴും ഏതാണ്ട് അതേ സിറ്റുവേഷനിലേക്ക് പോകുന്നു. വേൾഡ് കപ്പിനുള്ള ഒരുക്കത്തെ ഇത് സാരമായി ബാധിക്കും എന്നുള്ളതാണ് സ്കലോനിയെ അങ്കലാപ്പിലാക്കുന്ന കാര്യം, അദ്ദേഹത്തെ അതൃപ്തനാക്കുന്ന കാര്യം. എസ്റ്റാബൻ എഡൂലിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ലയണൽ സ്കലോനി എക്സ്ട്രീംലി അൺഹാപ്പിയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഫൈനലിസ്റ്റുമായി ബന്ധപ്പെട്ട സിറ്റുവേഷനിൽ. ഓൾറെഡി അദ്ദേഹം സ്ക്വാഡിന്റെ പ്രിലിമിനറി ലിസ്റ്റ് തയ്യാറാക്കി ക്ലബ്ബുകൾക്ക് അയച്ചു കൊടുത്തതാണ്. പക്ഷേ ഇപ്പോഴും വേൾഡ് കപ്പിന് തൊട്ടു മുമ്പുള്ള ഈ ലാസ്റ്റ് കോളപ്പിന്റെ കാര്യത്തിൽ ഒരു ക്ലിയർ സെനാരിയോ ഇല്ല. ഇത് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് പ്രോബ്ലം ആണ് എന്നാണ് ഇപ്പോൾ എസ്റ്റാബൻ എഡൂലിന്റെ റിപ്പോർട്ട്. അതേസമയം ഫൈനലിസിമ നടക്കുമോ, എന്താണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഡിസിസീവ് വീഡിയോ കോൺഫറൻസ് നടക്കും ബിറ്റ്വീൻ യുവേഫ, RFEF, കോൺമെബോൾ, AFA. അതിൽ ഓൾട്ടർനേറ്റീവ് വെന്യൂസ് ചർച്ച ചെയ്യും. സാന്റിയാഗോ ബെർണാബ്യൂ പറ്റില്ല എന്ന് AFAയും കോൺമെബോളും പറഞ്ഞതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് വെന്യൂസ് അവർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് വെന്യൂസ് എന്ന് പറഞ്ഞാൽ ലിസ്ബൺ, റോം അല്ലെങ്കിൽ ലണ്ടൻ. ലണ്ടൻ എന്ന് പറയുമ്പോൾ വെംബ്ലി അവൈലബിൾ അല്ല, അവിടെ ഇംഗ്ലണ്ടിന്റെ കളി മാർച്ച് 27 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റാമിന്റെ സ്റ്റേഡിയം മാത്രമാണ് അന്നേക്ക് അവൈലബിൾ എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഈ ചർച്ചയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായില്ലെങ്കിൽ, ഇന്ന് നടക്കുന്ന വീഡിയോ കോൺഫറൻസിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായില്ലെങ്കിൽ മാച്ച് ഒഴിവാക്കപ്പെടും. ഇതാണ് എസ്റ്റാബൻ എഡൂലിന്റെ റിപ്പോർട്ട്. റോമാണ് അർജന്റീന പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻ. യുവേഫ ആണെങ്കിൽ ലിസ്ബണിനോടാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. RFEFന് ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ലൊക്കേഷൻ ഏതായാലും കുഴപ്പമില്ല, കളി നടന്നാൽ മതി എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്നുകൂടി ഇപ്പോൾ മറ്റൊരു സ്പാനിഷ് മാധ്യമം RNE ഡിപ്പോർട്ടസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്ന് ഒരു വീഡിയോ കോൺഫറൻസ് നടക്കുന്നു. ആ വീഡിയോ കോൺഫറൻസിൽ AFAയും കോൺമെബോളും യുവേഫയും RFEFും പങ്കെടുക്കും. അതിൽ ഒരു ഫൈനൽ തീരുമാനം വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.